ഹായ് ഗൈസ്, ഞാനങ്ങനെ ആഗ്രഹിച്ച് ദുബായിൽ വന്നു. പിന്നെ എൻ്റെ മോൻ്റെ റൂമിലാണിത്. ഇന്നലെ രാത്രി 1 മണിയൊക്കെ ആയി ഞങ്ങൾ വന്നപ്പോഴത്തേക്ക്. എയർപോർട്ടിൽ നിന്ന് ഒരു 12 മിനിറ്റേ ഉള്ളൂ മോൻ്റെ റൂമിലോട്ട് വരാനായിട്ട്. അവിടുന്ന് ഞങ്ങളൊരു ടാക്സി പിടിച്ച് അങ്ങനെ ഇവിടെ വന്നതാണ്. പിന്നെ വന്നു. മോൻ്റെ റൂമാണിത്. അവൻ സിംഗിളായിട്ടാണ് താമസിക്കുന്നത്. അപ്പം ഇത് കയറി വരുന്ന കിച്ചൺ മാതിരിയാണ്. ഇവിടെ കബോർഡും എല്ലാം കൊടുത്തിട്ടുണ്ട്. അവൻ തന്നെയല്ല താമസം, അപ്പം അതിൻ്റേതായതൊക്കെ ഉള്ളൂ ഇതിനകത്തൊക്കെ. പിന്നെ ഞാൻ ഇതുണ്ട്, അരി സാധനവും പയറും അതും ഇതുമെല്ലാമാണ്. പിന്നെ ഇപ്പം ഞാൻ രാവിലെ വന്നു കഴിഞ്ഞ് ചോറൊക്കെ വെച്ചിട്ടുണ്ട്. ഞാൻ കറി വെക്കാൻ പച്ചക്കറിയൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഉള്ള തീയലും അച്ചാറ്, പുളിയോഗര, ചിത്രാന്ന അത് ഇതൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് വന്നായിരുന്നു. അതൊക്കെ എടുത്ത് ഞാനൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചോറ് അവനെ ഓഫീസിൽ പോയിക്കുക. ഇത് ഫ്രിഡ്ജാണ്, നമ്മുടെ നാട്ടിലത്തെ കൂട്ടല്ലേ. ഫ്രിഡ്ജ് ഇങ്ങനെ കവർ ചെയ്തൊക്കെ വെച്ചേക്കുകയാണ്. പിന്നെ സ്റ്റൗവ് ഇവിടെ ഇങ്ങനെ സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ ഇതാണ്. ഞാനിതൊക്കെ ആദ്യമായിട്ട് കാണുകയാണ്. അതുകൊണ്ടാണ് ഞാനിതൊന്ന് അറിയാത്തവർക്ക് കൂടെ ഒന്ന് കാണിക്കാമല്ലോ എന്ന് കരുതിയാണ്. പിന്നെ ഇതവൻ്റെ റൂം. ചെറിയൊരു ഡൈനിങ് ടേബിളുണ്ട്. പിന്നെ കോട്ട്, ഞങ്ങളുടെ ഫോട്ടോയുണ്ട്. ഉണ്ട്, ഇവിടെ വച്ചിട്ടൊക്കെ ഉണ്ട്. പിന്നെ രാവിലെ വന്ന് അവൻ കുറേ തുണിയൊക്കെ നനച്ചിട്ട് വെച്ചായിരുന്നു പോയത്. ഞാൻ ആ തുണിയെല്ലാം മടക്കി ഇവിടെ വെച്ചിട്ടുണ്ട്. ഞാൻ കുളിച്ച് എല്ലാം ഒന്ന് റെഡിയായി. അപ്പോൾ എന്നെ വിളിച്ച് പറഞ്ഞു, മമ്മി ഇപ്പോൾ ഒരുങ്ങിയിരിക്കുക, നമുക്ക് വെളിയിൽ പോകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വെളിയിൽ പോകാമല്ലോ എന്ന് കരുതിയാണ്. എന്താണ്ട് ഒരുത്തനേ ഉള്ളൂ, ചെരുപ്പ് വെട്ടിയ. പിന്നെ ഇവിടെ ഒരു കബോർഡും എല്ലാമായിട്ടുണ്ട്. ഇത് ഞാനിപ്പോൾ വന്ന പെട്ടി അവിടെ അങ്ങനെ വെച്ചേക്കുക. തുണിയൊക്കെ ഇവിടെ ഇങ്ങനെ ഹാങ് ചെയ്യാനായിട്ട്. ബാച്ചിലറല്ലേ, അപ്പോൾ അതൊക്കെ മതിയെന്ന് ഓർത്ത്. അങ്ങനെ നമ്മുടെ നാട്ടിലത്തെ കൂട്ടൊന്നും അല്ല. ബാംഗ്ലൂരൊക്കെ ആണെങ്കിൽ കണ്ട തുണിയെല്ലാം അടുക്കി പറക്കിയെല്ലാം നീറ്റായിട്ടൊക്കെ വച്ചിട്ടുണ്ട്. ഏതായാലും ഇപ്പം തനിയെ താമസത്തിന് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് പുള്ളിക്കാരന് ഒത്തിരി മാറ്റമൊക്കെ ഉണ്ട്. പിന്നിത് റൂമും ഹാളും എല്ലാമായിട്ടാണ്. പിന്നെ ഇത് ബാത്റൂം. ഇങ്ങനെയാണിവിടെ. ഇത്രയേ ഉള്ളൂ. കണ്ടപ്പോൾ ഒരു സന്തോഷം തോന്നി. ഏതായാലും എനിക്ക് ഇവിടെ വന്നൊന്ന് നിൽക്കാനും ഒക്കെ ഒരു ഭാഗ്യം കിട്ടിയല്ലോ എന്ന്. ഇവിടെ ബാൽക്കണി ഉണ്ട്, പക്ഷേങ്കിൽ ഇവിടെ ബാൽക്കണി തുറക്കാൻ പറ്റത്തില്ലെന്നാണ്. അതെന്തോ റൂൾസൊക്കെ ഉണ്ടെന്ന്. അതിനെക്കുറിച്ച് എനിക്ക് വലുതായിട്ട് അറിയത്തില്ല. അവൻ എന്നോട് പറഞ്ഞു, മമ്മി ബാൽക്കണി ഇത് തുറക്കാൻ പറ്റത്തില്ല, അത് തുറന്നു കഴിഞ്ഞാൽ 1000 രൂപ എങ്ങാണ്ട് ഫൈൻ അടയ്ക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവരിവിടെ എഴുതി വെച്ചിട്ടുണ്ട്, കണ്ടോ. അത് പെർമിഷൻ ഇല്ല എന്ന് എൻവിറോൺമെൻറ്റിൻ്റെ പറഞ്ഞിച്ചതാ. ഇവിടെ എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഫൈൻ കട്ടണമെന്ന് പറഞ്ഞിച്ച് പോയേക്കുക. പുള്ളിക്കാരനിപ്പോൾ വരുമ്പോഴത്തേക്ക് എന്നോട് പറഞ്ഞ്, മമ്മി കുളിച്ചൊരുങ്ങി ഇരിക്കാൻ പറഞ്ഞ് ഞാൻ അങ്ങനെ കുളിച്ച് റെഡിയായി വെളിയിൽ പോകാനായിട്ടിങ്ങനെ ഇരിക്കുകയാണ്. മോൻ്റെ വരവും കാത്തിരിക്കുന്നു. ഇച്ചിരി ചോറുണ്ടായിരുന്നു, ചോറും പുളിയോഗരയും കൂടെ ഞാൻ കഴിച്ചു. ഇനി വെളിയിൽ പോകണം. എവിടെ കൊണ്ടുപോകുന്നതെന്ന് അറിയത്തില്ല. അവനോടെ കൊണ്ടുപോകുന്നു, അവിടെ പോയി കണ്ടുവച്ച് വരാമെന്ന് കരുതിയാണ്. ഇനി ഓരോ വിശേഷങ്ങൾ ഞാൻ പുറകാലെ ഇങ്ങനെ വിട്ടുകൊണ്ടേയിരിക്കും. ബൈ ബൈ.